നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന് ഏറ്റവും കൂടുതൽ പ്രഹരമേൽപ്പിച്ചത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസാണ്. അതിനു പിന്നിൽ LDF ഗവൺമെന്റിലെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉണ്ടായിരുന്നു. മുൻ ദേവസ്വം ഉദ്യോഗസ്ഥരും സിപിഎമ്മിന്റെ മുതിർന്ന നേതാക്കളും സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതികളാണ്. മന്ത്രിമാരെയും സിപിഎം നേതാക്കളെയും പല കേസുകളിൽ നിന്നും സംരക്ഷിക്കാൻ പാർട്ടി തുടങ്ങിയിട്ട് വർഷങ്ങളായി. കടകംപള്ളിക്കെതിരായ ആരോപണങ്ങളെ കള്ളപ്രചാരണങ്ങളുടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സിപിഎം തോറ്റുപോകുന്നത് തിരുവനന്തപുരത്തെ കഴക്കൂട്ടം മണ്ഡലത്തിലായിരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള ഏറെ ചർച്ചയാകുന്ന മണ്ഡലമാണ് കഴക്കൂട്ടം. മുൻ മന്ത്രി കടകംപള്ളിക്കെതിരെ കഴക്കൂട്ടത്തെ UDF സ്ഥാനാർത്ഥി ശരത്ചന്ദ്ര പ്രസാദ് ആരോപണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കഴക്കൂട്ടത്തെ സിപിഎം സ്ഥാനാർത്ഥിയും മുൻ ദേവസ്വം മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രനെ അയ്യപ്പന്റെ പുലി പിടിക്കുമെന്നാണ് ശരത്ചന്ദ്ര പ്രസാദ് പറയുന്നത്. സ്വർണ്ണക്കൊള്ളയുടെ കേന്ദ്രബിന്ദു കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്ത് മത്സരം UDFും BJPയും തമ്മിലാണ്. മണ്ഡലത്തിൽ പുലി ഇറങ്ങിക്കഴിഞ്ഞെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതേസമയം ശരത്ചന്ദ്ര പ്രസാദിന് മറുപടിയുമായി കടകംപള്ളി എത്തി. മറുപടി ഇങ്ങനെയാണ്: വോട്ടർമാർ പുലികളാണ്, അവർ മറുപടി പറയും, ഒരു ദുഷ്പ്രചരണവും ഏൽക്കില്ല, കായഫലമുള്ള വൃക്ഷത്തിലേറിയാനാണ് എല്ലാവർക്കും താല്പര്യം. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഏപ്രിൽ അവസാനത്തോടെ ലഭിക്കുമെന്ന് SIT ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസിലെ അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് ഹൈക്കോടതി മെയ് 18 വരെ സമയം നീട്ടി നൽകിയിട്ടുണ്ട്. കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് CPMനെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളായ CPM നേതാക്കളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നു. കുറ്റപത്രം നൽകാതെ പ്രതികൾക്ക് ജാമ്യം നൽകാൻ കൂട്ടുനിൽക്കുന്നത് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയാണ്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ UDF പ്രവർത്തകർ തയ്യാറാകണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ കേരളം തിരിച്ചറിയേണ്ടതാണ്. സ്വർണ്ണക്കൊള്ള കേരളത്തിനെ സംബന്ധിച്ച് വിശ്വാസി സമൂഹത്തിനോടുള്ള വഞ്ചനയാണ്. ഈ ചതിക്ക് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ CPMന്റെ കൊടുംചതി മറക്കില്ല. വോട്ട് ചെയ്തുകൊണ്ട് ശക്തമായ മറുപടി നൽകുമെന്ന് ഉറപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരോഗ്യ മേഖലയിലെ ദുരവസ്ഥയും സ്വർണ്ണക്കൊള്ളയും സാധാരണ ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളും ചർച്ചയാകുന്നതോടെ CPMന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.